ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇന്റേൺഷിപ്പിന് പോവുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വെച്ചാണ് ഇന്റേൺഷിപ്പ്. അപ്പോൾ കാര്യവട്ടം യൂണിവേഴ്സിറ്റി കൊടുക്കാൻ വേണ്ടി ഒരു പ്രിന്റ് ഔട്ട് വേണം. നമ്മൾ പെർമിഷൻ ലെറ്റർ മേടിച്ചേക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ അവസാനം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ട്രെയിനിൽ കയറി പോകാൻ വേണ്ടി തയ്യാറായത്. നമ്മുടെ കൂട്ടത്തിൽ കുറേ പേര് ട്രെയിനിൽ ആദ്യമായിട്ടാണ്. ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറി. അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ച് നല്ല ഫുഡായിരുന്നു. നമ്മൾ കുറച്ച് പേര് ഹോസ്റ്റലേഴ്സും കുറച്ച് പേര് ഡേ സ്കോളേഴ്സും ആണ്. അപ്പോൾ അവരൊക്കെ പേരൻസ് കൊണ്ടുവന്ന് വിട്ട് നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് ബസ് കയറിയൊക്കെ വന്ന് അങ്ങനെ 2-3 ട്രെയിനൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിനിൽ എത്തി. ഇത് സത്യത്തിൽ നമ്മുടെ ട്രെയിനല്ല കേട്ടോ, പിന്നെ നേരത്തെ വീഡിയോ ഒന്ന് എടുത്ത് വെച്ചത്. പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി എറണാകുളം എത്തിയപ്പോൾ ഈ ചേട്ടന്മാരൊക്കെ നമ്മുടെ കൂടെ സീറ്റിൽ കയറിയിരുന്നു. സത്യത്തിൽ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും കാട്ടുകോരികളായ ഏഞ്ചലും സ്പ്രീതി നിർഭാഗ്യവശാൽ വേറെ ബോഗിയിലായിപ്പോയി. ചേട്ടന്മാരുടെ കൂടെ സീറ്റ് കളിച്ച് ഞങ്ങൾ തോറ്റ് മുട്ടയിട്ട്. പക്ഷെ എല്ലാവരുമായിട്ട് ഞങ്ങൾ വലിയ കൂട്ടായില്ലെങ്കിൽ അടിപൊളിയായിരുന്നു അവരുടെ കൂടെ. അവർ പിന്നെ തിരുവല്ലയിൽ ഇറങ്ങി പോയെങ്കിലും പിന്നെ ഞങ്ങൾ ലൂഡോ കളിച്ച് അങ്ങ് ആശ്വസിച്ചതല്ലാതെ പിന്നെ എന്തോ ചെയ്യാൻ. ഈ വർഷത്തെ ഓണം ബമ്പർ അടിക്കാൻ ഏറ്റവും യോഗ്യതരായ 2 വ്യക്തികളാണ് ആയിരിക്കുന്നത്. കാരണം ആ ചേട്ടന്മാർ ഇറങ്ങി പോയപ്പോഴാണ് ഈ കാട്ടുകോരികൾ ട്രെയിനിൽ തിരിച്ച് ഞങ്ങളുടെ അടുത്ത് വന്നത്. അങ്ങനെ ട്രെയിനകത്ത് നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി. നമുക്ക് ഇറങ്ങുന്നത് കരക്കൂട്ടത്തായിരുന്നു. ഒരു സ്റ്റോപ്പ് മുമ്പ് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി. ഈ പട്ടിയെ പോലെ പണിയെടുക്കുന്ന വേറെ ആരുമല്ല, ശ്രീലക്ഷ്മിയാണ് പാവം. പിന്നെ ഈ കാണുന്നത് ഡ്രോണിന് തുല്യം സമാനമായ ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത ശ്രീലക്ഷ്മിയുടെ കലാവിരുതാണ് നിങ്ങൾ ഈ കാണുന്നത്. വലിഞ്ഞു കയറി മുകളിലത്തെ ഫാനെ തടഞ്ഞാണ് അവളതെടുത്തത്. ഈ കുപ്പികളിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളമല്ല കൈസ്, ഇതിൻ്റെ അച്ഛൻ്റെ സ്നേഹം. പിന്നെ ഞങ്ങൾ അവസാനം കരക്കൂട്ടത്തെത്തി. അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഓട്ടോ പോലും ഇല്ലാതെ പിന്നെ ഊബർ വിളിച്ചിട്ട് എങ്ങനെയൊക്കെ വരി തെറ്റി അവസാനം ഹോസ്റ്റലിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അതിലും വലിയൊരു സംഭവ ബഹുലമായ കാര്യങ്ങളാണ് നടന്നത്. 400 രൂപയ്ക്ക് ഫുഡും അക്കോമഡേഷനും കിട്ടുമെന്ന് പറഞ്ഞ് വന്നിട്ട് അവസാനം അക്കോമഡേഷൻ മാത്രം കിട്ടി കഴിച്ചു. ഇപ്പം ഞങ്ങൾ വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിയാണ് കഴിക്കുന്നത്. അവസാനം ചീട്ടും കളിച്ച് ഞങ്ങൾ കിടന്ന് എല്ലാവരും കൂടെ കിടന്നുറങ്ങി. അപ്പോൾ ബൈ.